Hi all, once again welcome back to Eduboards UT. അപ്പോൾ നമ്മുടെ കോളേജ് ടൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആരെ പറ്റിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു CUT ആസ്പിറന്റിന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമുക്കതിൻ്റെ ഒരു 1974 ശരിക്കും യൂണിവേഴ്സിറ്റി ഒന്ന് ഫൗണ്ട് ചെയ്ത്. 1974 ഏകദേശം എത്ര വർഷമായിട്ടാ 50 വർഷത്തിന് അടുത്താവാനാണ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അത്രത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു പാരമ്പര്യം പറയാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ NIRFന്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ പല കാറ്റഗറിയിലായിട്ട് ആദ്യം 100-ന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് NIRF റാങ്ക് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ചെയ്യുന്നതാണ് NIRF എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ തന്നെ പല സംവിധാനത്തിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആദ്യത്തെ 10 യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആദ്യം 100-ൽ ഉൾപ്പെടുന്ന ഒരു മാനേജ്മെന്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാമ്പസും അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒക്കെ എവിടെയുണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇനി അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണുള്ളത്, ഇപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സ്കൂൾ ഓഫ് ഫിസിക്സ് അതിൻ്റെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. അതുപോലെ സെന്റർ ഫോർ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഷ്യൻ ഉണ്ട്, സ്കൂൾ ഓഫ് കെമിസ്ട്രി, സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ ഹെൽത്ത് സൈക്കോളജി, ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒപ്റ്റോമെട്രി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡൈവേഴ്സ് ആയ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്, സ്കൂൾ ഓഫ് ലൈഫ് സയൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി, പ്ലാന്റ് സയൻസ്, ആനിമൽ ബയോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടേഷൻ ബയോളജി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ആ ഒരു ക്യാമ്പസിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഉള്ള കോഴ്സുകൾ ഇപ്പോൾ ഇന്ത്യക്കകത്ത് MSc ഉണ്ട്, MA ഉണ്ട്, ഒരുപാട് ഇപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതാണ്. സയൻസും ആർട്സിലും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ MSc ഉണ്ട്, MA ഉണ്ട്, BSc ഉണ്ട്, MFA ഉണ്ട്, MTech ഉണ്ട്. ഇപ്പോൾ MTech ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ MBA ഉണ്ട്, MC ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്, ഇന്ത്യക്കകത്ത് മാസ്റ്റർ പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ട്, അതായത് സയൻസും ആർട്സും എല്ലാ മേഖലയിലുള്ള ഒരുപാട് കോഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇത് നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ, നോട്ടബിൾ അലൂമിനീസ്, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ പഠിച്ചിറങ്ങിയ കോളേജാണ്. അതുപോലെ തന്നെ കോളേജ് ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച ലൈബ്രറീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ലൈബ്രറീസ് ഒക്കെ ഏറ്റവും മികച്ച ലൈബ്രറീസ് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം വലിയ ഒരു ഒരുപാട് സ്റ്റഡീസ് നടക്കുന്ന, റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റഡീസ് മെറ്റീരിയൽസ്, അതായത് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, സ്പോർട്സ് കോംപ്ലക്സ്, ലാബുകൾ, കഫ്റ്റീരിയ, ജിം, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഫെസിലിറ്റീസ്, വൈഫൈ ക്യാമ്പസ്, ഓഡിറ്റോറിയം, കൺവെൻഷൻ സ്റ്റോർ, കമ്പ്യൂട്ടർ സെന്റർ, അങ്ങനെ നമുക്ക് വേണ്ട ബേസിക്കായി നമ്മൾ മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു ക്യാമ്പസ് തന്നെയാണ് അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട്, ഇപ്പോൾ 23 ഹോസ്റ്റലിലായിട്ട് ഏകദേശം 5000-ഓളം മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഹോസ്റ്റൽ എവിടെയുണ്ട്, നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിന്ന് വരുന്നുണ്ട്. അത് ലൈബ്രറിനെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, ഒരുപാട് സംവിധാനങ്ങളുള്ള ലൈബ്രറീസ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു പ്ലേസ്മെന്റ് ഇപ്പോൾ നോക്കുക, അറൈസ് ഓഫ് 50% വാസ് വിറ്റ്നസ് ദ MTech മെയ്ഡ് ഇൻ പാക്കേജ് ഓഫ് 23 ആസ് എ കമ്പയർഡ് ടു 22. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന MTech. ഇപ്പോൾ നമുക്കറിയാം BTech MTech അവിടെയാണ്. അപ്പോൾ ഒരുപാട് അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്ലേസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അതൊരു വാസ് എ ഫാൾ ഓഫ് 50% ഇൻ MTech മീഡിയം പാക്കേജ് ഓഫ് 23 ആസ് കമ്പയർഡ് ടു 22 അല്ലേ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് നടക്കുന്നുണ്ട്. ഒരു പ്ലേസ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട്. ഒരു സ്റ്റുഡൻസ് ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഏതെല്ലാം രീതിയിൽ എക്സ്പ്ലോഷർ കിട്ടും അല്ലെ. നമ്മൾ വളരെ ക്യാമ്പസ് ലൈഫ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹോസ്റ്റൽ, ക്യാൻറ്റീൻ ആൻഡ് റിക്രിയേഷൻ സെന്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ബോളി ഹൈദരാബാദ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ, അപ്പോൾ ആ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഇപ്പോൾ നമ്മുടെ റെഡ് FM എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു റേഡിയോ കമ്മ്യൂണിറ്റി തന്നെ അവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ NSS അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്പോർട്സ് ഇവന്റ്സ്, കൾച്ചറൽ ഇവന്റ്സ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽസ്, അതായത് ഓവറോൾ നമ്മുടെ പല മേഖലയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ കൃത്യമായി തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടൂർ ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ CUT പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, CUT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഒരു സംശയം വേണ്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.